ആരിന്റെ ചോഴി വരവാണേ, തേനൂർ മഹാദേവന്റെ ചോഴി വരവാണേ. തിരുവാതിരയെ വരവേൽക്കാൻ തേനൂർ ഗ്രാമത്തിൽ ചോഴികൾ ഇറങ്ങി. ശരീരമാസകലം വാഴച്ചപ്പു കണ്ടു മറച്ച് മുഖമൂടിയും ധരിച്ചാണ് ചോഴികൾ എത്തുന്നത്. തിരുവാതിരനാളിൽ വ്രതമെടുക്കുന്ന സ്ത്രീകൾ രാത്രി ഉറക്കമിളച്ചിരിക്കാറുണ്ട്. ഇങ്ങനെ വ്രതം നോൽക്കുന്നവർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് വിശ്വാസം. ഈ ഭൂതഗണങ്ങളെയാണ് ചോഴി എന്ന് വിളിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരനാളിൽ മഹാദേവന്റെയും പാർവതിയുടെയും പരിണയം നടക്കുന്നതിന്റെ ആഹ്ലാദ ആരവങ്ങളുമായി ശിവഭൂതഗണങ്ങൾ നിറഞ്ഞാടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ചോഴികൾ എന്നാണ് വിശ്വാസം. തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രാദേശിക ആചാരമാണിത്. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് തേനൂർ ഗ്രാമത്തിലെ വീടുകളിലേക്ക് ആദ്യമായി ചോഴിവരവ് നടക്കുന്നത്. ഭൂതഗണങ്ങൾക്കൊപ്പം മുത്തിയമ്മയും യമധർമ്മനും ചിത്രഗുപ്തനും പട്ടരുമുണ്ടാകും. മേളവും ഇലത്താളവും അകമ്പടിയേകും. ധനുമാസത്തിലെ മകീരം, തിരുവാതിര ദിവസങ്ങളിൽ രാത്രിയിലാണ് ചോഴികൾ വീടുവീടാന്തരം കയറുന്നത്. ഇവർ വീടുകളിൽ വന്ന് താളത്തിൽ നൃത്തം ചെയ്യുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. ഇതൊരു വിളവെടുപ്പ് ചടങ്ങ് കൂടിയാണ്. വീടുകളിലെത്തുന്ന ചോഴികൾക്ക് വീട്ടുകാർ പണം, അരി, നെല്ല്, പഴം തുടങ്ങിയവ ദാനമായി നൽകുന്നു. അടുത്ത വർഷം നല്ല വിളവ് ലഭിക്കാനുള്ള അനുഗ്രഹമായാണ് ഇതിനെ കാണുന്നത്. ശിവപാർവതിക്ക് കുടുംബസമേതം പരിലസിക്കുന്ന തേനൂർ ശ്രീ മഹാദേവന്റെ ചോഴികൾ തിരുവാതിരയുടെ വരവറിയിക്കാൻ ആദ്യമായി തേനൂരിലെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങുന്നു. UTV ന്യൂസ്, പാലക്കാട്.